Good morning, my dear students. Today our topic special type of customers. Previous ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതിൻ്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ്. വാട്ട് ആർ ദി പ്രിക്കോഷൻസ് ടേക്കൺ ബൈ ദി ബാങ്കർ വൈൽ ഓപ്പണിംഗ് ആൻ അക്കൗണ്ട് ഇൻ ദ കേസ് ഓഫ് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ്. ദെൻ അതിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ഫസ്റ്റ് വൺ ഈസ് മൈനർ, ദെൻ സെക്കൻഡ് വൺ ഈസ് ജോയിൻറ്റ് അക്കൗണ്ട് ഹോൾഡേഴ്സ്, തേർഡ് വൺ ഈസ് പാർട്ട്ണർഷിപ്പ് ഫേംസ്. എത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്ന ടോപ്പിക്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ്. വാട്ട് ആർ ദി പ്രിക്കോഷൻസ് ടേക്കൺ ബൈ ദി ബാങ്കർ വൈൽ ഓപ്പണിംഗ് ആൻ അക്കൗണ്ട് ഇൻ ദ കേസ് ഓഫ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ്. ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസിന്റെ പേരിൽ നമ്മൾ അക്കൗണ്ട് ആരംഭിക്കുമ്പോൾ ബാങ്കർ ശ്രദ്ധിക്കേണ്ട പോയിന്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. എ കമ്പനി ഹാസ് എ സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് ആസ് ഡിസ്റ്റിങ്ക്ട് ഫ്രം ദാറ്റ് ഓഫ് ദി ഷെയർ ഹോൾഡേഴ്സ്. It possesses all powers to enter into a valid contract. It can own property in its own name, carry on business, and incur liability in its name. Current account may be opened in the name of a company. Then various precautions taken by the banker while opening an account in the name of a joint stock company. ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയെ കുറിച്ച് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാതെ തന്നെ നിങ്ങൾക്കറിയാം. കമ്പനി ആക്റ്റും കമ്പനി ലോയും ഒക്കെ നിങ്ങൾ പഠിച്ചിരിക്കുന്ന കുട്ടികളാണ്. കമ്പനി എന്താണ്, കമ്പനി ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ, ലീഗൽ എക്സിസ്റ്റൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കമ്പനീസ് ആക്ട് 1956 ആയിരുന്നു. ഇതിനെ റിന്യൂ ചെയ്തിട്ട് ഇപ്പോൾ 2013 പ്രകാരം കമ്പനീസ് ആക്ട് പ്രവർത്തിച്ചു. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ലീഗൽ എക്സിസ്റ്റൻസോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ് ഇത് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ company has a separate legal existence as distinct from that of the shareholders. അതായത് ഓണേഴ്സ് വേറെയാണ്, കമ്പനി വേറെയാണ്. നമുക്കറിയാലോ, കമ്പനിയുടെ റിയൽ ഓണേഴ്സ് എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സ് ഒക്കെ തന്നെയാണെങ്കിൽ കൂടെ ഒരു ലീഗൽ എക്സിസ്റ്റൻസ് ഉണ്ട്. നിയമപരമായിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ലീഗൽ നിലനിൽപ്പുണ്ട് ഇതിന് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയാം. ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ ഒരു പാർട്ട്ണർ മരണപ്പെട്ട് കഴിഞ്ഞാൽ അതോടുകൂടി പാർട്ട്ണർഷിപ്പ് ഫേം ഡിസോൾവ് ചെയ്യുകയാണ് ചെയ്തത്. പക്ഷേ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം, ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അതിന് അതിൻ്റേതായിട്ടുള്ള നിലനിൽപ്പുണ്ട്, അതിൻ്റെ ഒരു സർവൈവൽ ഉണ്ട്, ഒരു ലീഗൽ എക്സിസ്റ്റൻസ് ഉണ്ട്. സോ കമ്പനി ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ. നിങ്ങളും ഓൾറെഡി പഠിച്ചിരിക്കുന്നതാണ്, കമ്പനി ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. Then it possesses all powers to enter into a valid contract. It can property in its own name, carry on business in incur liability in its name. Current account may be opened in the name of a company. എല്ലാം കമ്പനിക്ക് കമ്പനിയുടെ പേരിൽ തന്നെ കോൺട്രാക്റ്റിൽ ഏർപ്പെടാം, കമ്പനിയുടെ പേരിൽ തന്നെ ബാധ്യതയുണ്ട്. അതേപോലെ തന്നെ അത്തരത്തിലൊരു ആർട്ടിഫിഷ്യൽ എക്സിസ്റ്റൻസ് ആണ് ഇതിനുള്ളത്, ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനിക്കുള്ളത്. ദെൻ ആദ്യം തന്നെ ബാങ്കർ പരിശോധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഒരു കമ്പനിയുടെ പേരിൽ അക്കൗണ്ട് ആരംഭിക്കുമ്പോൾ ബാങ്കർ ശ്രദ്ധിക്കേണ്ട പോയിന്റ്, ഫസ്റ്റ് വൺ ഈസ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷനിലെ ഇൻകോർപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഇസ് എ സ്റ്റേജ് ഓഫ് ബർത്ത് അല്ലെ, ഒരു കമ്പനി നിലനിൽക്കുന്ന സ്റ്റേജാണ്. സോ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ബർത്ത് സർട്ടിഫിക്കറ്റ് ഓഫ് എ കമ്പനി. നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ബിഫോർ ഓപ്പണിംഗ് ആൻ അക്കൗണ്ട് ദ ബാങ്കർ ഷുഡ് വെരിഫൈ ദ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഓഫ് ദ കമ്പനി. This certificate is the proof that company is duly incorporated body. ആ ഒരു ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് ആണ് കമ്പനി നിലവിൽ വന്നു എന്ന് പറയുന്നതിന് ഒരു എവിഡൻസ് ഉള്ളത് ഏതാണ്, ഈ ഒരു ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. അതാണ് ഫസ്റ്റ് പോയിന്റ്, സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. സെക്കൻഡ് പോയിന്റ്, സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെന്റ് ഓഫ് ബിസിനസ്. അപ്പോൾ രണ്ട് തരത്തിലുള്ള സർട്ടിഫിക്കറ്റ് ആണ്, ഒന്ന് ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റും രണ്ടാമത് പറയുന്നത് കമൻസ്മെന്റ് ഓഫ് ബിസിനസ് എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റുമാണ്. അപ്പോൾ സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെന്റ് ഓഫ് ബിസിനസ്സിലെ ദ ബാങ്കർ മസ്റ്റ് ഓൾസോ എക്സാമിൻ ദ സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെന്റ് ഓഫ് ബിസിനസ് ടു വെരിഫൈ ദാറ്റ് ദ കമ്പനി ഈസ് ലീഗലി എൻടൈറ്റിൽഡ് ടു ക്യാരി ഓൺ ബിസിനസ്. ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയെ സംബന്ധിച്ച് നിർബന്ധമായും സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെന്റ് കിട്ടിയതിന് ശേഷം മാത്രമേ ആ കമ്പനിക്ക് നിയമപരമായിട്ടുള്ള ബിസിനസ് ട്രാൻസാക്ഷൻസ് നടത്താനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയിരിക്കണം, അതേപോലെ തന്നെ കമൻസ്മെന്റ് ഓഫ് ബിസിനസ് എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് കൂടെ ബാങ്കർ പരിശോധിച്ചിരിക്കണം. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ഇസ് എ ഡോക്യുമെന്റ് കണ്ടെയ്നിങ് ദ ഫണ്ടമെന്റൽ കണ്ടീഷൻസ് അപ്പോൺ വിച്ച് എ കമ്പനി ഈസ് ഇൻകോർപ്പറേറ്റഡ്. ഒരു കമ്പനി നിലവിൽ വന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ് ആണ് അതിൻ്റെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിലെ നെയിം ക്ലോസ്, ഒബ്ജക്റ്റ് ക്ലോസ്, സിറ്റുവേഷൻ ക്ലോസ്, ക്യാപിറ്റൽ ക്ലോസ്,
അല്ലെ, ലയബിലിറ്റി ക്ലോസ്, അസോസിയേഷൻ ക്ലോസ്, ഇത്രയും അടങ്ങിയിട്ടുള്ളതാണ് ആ കമ്പനിയുടെ മെമ്മോറാണ്ടം എന്ന് പറയുന്നത്. ആ മെമ്മോറാണ്ടം കണ്ടെയ്ൻസ് ഫണ്ടമെന്റൽ കണ്ടീഷൻസ് അപ്പോൺ വിച്ച് കമ്പനി ഈസ് ഇൻകോർപ്പറേറ്റഡ്. ആ കമ്പനി എന്നാണ് ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്, എന്തൊക്കെയാണ് ആ കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് എന്നൊക്കെ വ്യക്തമാക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ് ഇത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്. നമ്മൾ പാർട്ട്ണർഷിപ്പ് ഡീഡ് പറയുന്ന പോലെ തന്നെ ഉള്ള കമ്പനിയുടേതായിട്ടുള്ള നിയമാവലികളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ് അതിന്റെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനി പ്രവർത്തിക്കുമ്പോൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ബാങ്കർ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് നോക്കിയിരിക്കണം. അതേപോലെ തന്നെ കമൻസ്മെന്റ് ഓഫ് ബിസിനസ് എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് പരിശോധിച്ചിരിക്കണം. അതേസമയം മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്ന ആ കമ്പനിയുടെ നിയമാവലികൾ അതിനെക്കുറിച്ച് അത് വെരിഫൈ ചെയ്തിരിക്കണം. ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് ഇന്റേണൽ ബൈലോ ഓഫ് എ കമ്പനി. The rules and regulations of the company are included in the Articles of Association. The banker has to examine the Articles of Association to find out the borrowing powers of the directors and the procedure for mortgaging asset and drawing the asset in negotiable instrument. അവിടെ നമ്മളോട് പറയുന്നത് Articles of Association. The banker has to examine the Articles of Association to find out the borrowing powers of the directors and the procedure for mortgage assets and drawing and accepting negotiable instruments. ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഡോക്യുമെന്റ് ആണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കാം? ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ്, കമൻസ്മെന്റ് സർട്ടിഫിക്കറ്റ്, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ദെൻ നെക്സ്റ്റ് പോയിന്റ്, copies of annual account. Copies of annual account. In the case of existing companies, the bank shall ask for copies of annual accounts for the last few years to know the financial and profitability condition of the company. കണ്ടോ, അവിടെ ആനുവൽ അക്കൗണ്ടിന്റെ സ്റ്റേറ്റ്മെന്റ് കൂടെ നോക്കിയിരിക്കണം. കോപ്പീസ് ഓഫ് ആനുവൽ അക്കൗണ്ട്സ്, അതായത് ഇൻ ദ കേസ് ഓഫ് എക്സിസ്റ്റിംഗ് കമ്പനീസ്, നിലവിലുള്ള കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ദ ബാങ്ക് ഷാൾ ആസ്ക് ഫോർ കോപ്പീസ് ഓഫ് ആനുവൽ അക്കൗണ്ട്സ് ഫോർ ദ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ്. അതായത് നിലനിൽക്കുന്ന ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ചില മുൻ വർഷങ്ങളിലെ ഡോക്യുമെന്റ്സ് പരിശോധിച്ചിരിക്കണം. ടു നോ ദ ഫൈനാൻഷ്യൽ ആൻഡ് പ്രോഫിറ്റബിലിറ്റി കണ്ടീഷൻ ഓഫ് ദ ബിസിനസ്, അതായത് ഈ ഒരു സ്ഥാപനത്തിന്റെ ഫൈനാൻഷ്യൽ പൊസിഷൻ എന്താണ്, അസറ്റ്സ് ആൻഡ് ലയബിലിറ്റി പൊസിഷൻ എന്താണ്, അതേസമയം ഈ ഒരു കമ്പനിയുടെ ഫൈനാൻഷ്യൽ പൊസിഷനും അതുപോലെ തന്നെ പ്രോഫിറ്റബിലിറ്റി കണ്ടീഷൻസ് ഒക്കെ വെരിഫൈ ചെയ്യാനായിട്ട് നമ്മളത് നോക്കിയിരിക്കണം. Certificate of commencement, certificate of incorporation, memorandum of association, articles of association, copies of annual account in the case of existing company, and a copy of the resolution. ചിലപ്പോൾ ചില പ്രമേയങ്ങളൊക്കെ പാസ്സാക്കുക, അതിനെയാണല്ലോ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. The bank should ask for the copies of the resolution for the board of directors, the appointing it as the bank of the company. The resolution signed by the chairman and secretary shall specify. ബോർഡ് മീറ്റിംഗ് ഒക്കെ വിളിച്ചു കൂട്ടി പലപ്പോഴും പല പ്രമേയങ്ങളൊക്കെ പാസ്സാക്കും. ഈ പ്രമേയങ്ങളുടെ ഒരു കോപ്പി ബാങ്കിന് സബ്മിറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലും മാറ്റങ്ങൾ റെസൊല്യൂഷൻസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, പ്രമേയങ്ങളൊക്കെ പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ വിലയിരുത്തേണ്ടതുണ്ട്. The name of the persons who have been authorized by the company to operate the bank account on behalf of the company. ഒരു കമ്പനിക്ക് വേണ്ടി ബാങ്ക് അക്കൗണ്ട്സ് ഓപ്പറേറ്റ് ചെയ്യുന്ന വ്യക്തികളുടെ പേര് വിവരങ്ങൾ വ്യക്തമാക്കിയിരിക്കണം. ദ നെയിം ഓഫ് ദ പേഴ്സൺസ് ഹു ആർ ഓതറൈസ്ഡ് ടു എക്സിക്യൂട്ട് ദ ഡോക്യുമെന്റ്സ് ഓൺ ബിഹാഫ് ഓഫ് ദ കമ്പനി ഇൻ വിച്ച് ഹൂസ് പ്രസൻസ് ദ കോമൺ സീൽ ഓഫ് ദ കമ്പനി വിൽ ബി അഫിക്സ് ടു ദ അക്കൗണ്ട്സ്. ആരുടെയാണോ അപ്പോൾ കമ്പനിയുടെ സീൽ വെക്കാനായിട്ട് അത് അധികാരപ്പെടുന്ന വ്യക്തികൾ ആരാണെന്ന് വെച്ചാൽ ദെൻ അവരുടെ പേര് വിവരങ്ങൾ വ്യക്തമാക്കിയിരിക്കണം. The limit, security and rate of interest for any advance which the company may avail from the bank. Maximum ലിമിറ്റ്, മാക്സിമം അഡ്വാൻസ് എത്രമാത്രം മാക്സിമം അഡ്വാൻസ് അവൈലബിൾ ആവും എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളതും ഒരു വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കണം. A certificate stating that the company's borrowings are within the limit sanctioned by the shareholders in the general meeting. The certificate stating that the company's borrowing are within the limit sanctioned by the shareholders in the general meeting. അതായത് മാക്സിമം അവരുടെ ബോറോവിങ് കപ്പാസിറ്റി എത്രയാണ് എന്നുള്ളത് അവരുടെ മീറ്റിംഗിൽ നിജപ്പെടുത്തിയിട്ടുള്ള എമൗണ്ട് എത്രയാണോ അതുകൂടെ അത്തരം കാര്യങ്ങളെ ബാങ്കിൽ സബ്മിറ്റ് ചെയ്തിരിക്കണം. The last point, borrowing powers of the company.
The bank should see that the company borrows only for the purpose stated in the memorandum of association of the company. The bank should obtain copy of the resolution of the board of directors in this regard. Last point, ബോറോവിങ് പവേഴ്സ് ഓഫ് ദ കമ്പനി. ഒരു കമ്പനിയുടെ ബോറോവിങ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടം വാങ്ങിക്കാനുള്ള അവരുടെ ബോറോവിങ് പവർ എത്രയാണെന്നുള്ളതാണ്. അപ്പോൾ ദ ബാങ്ക് ഷുഡ് സീ ദാറ്റ് ദ കമ്പനി ബോറോസ് ഓൺലി ഫോർ ദ പർപ്പസ് സ്റ്റേറ്റഡ് ഇൻ ദ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ. മെമ്മോറണ്ടം ഓഫ് അസോസിയേഷനിൽ പറഞ്ഞിരിക്കുന്ന എമൗണ്ട് മാത്രമാണ് വിഡ്രോ ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓഫ് ദ കമ്പനി. ദ ബാങ്ക് ഷുഡ് ഒബ്റ്റെയിൻ കോപ്പി ഓഫ് ദ റെസൊല്യൂഷൻ. അതിൻ്റെ ഒരു കോപ്പി പാസ്സാക്കിയിട്ടുള്ളത് കൂടെ ബാങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഇൻ ദിസ് റിഗാർഡ് അതുകൂടെ സബ്മിറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ കേസിൽ ബാങ്കർ ശ്രദ്ധിക്കേണ്ട പോയിന്റ്സ് എന്തൊക്കെയാ? സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ, സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെന്റ്, മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ഇൻ ദ കേസ് ഓഫ് എക്സിസ്റ്റിംഗ് കമ്പനി, കോപ്പീസ് ഓഫ് ആനുവൽ അക്കൗണ്ട്സ്, copies of the resolution, borrowing powers of the company. ഇത്രയും ഡോക്യുമെന്റ്സുകൾ വെരിഫൈ ചെയ്തിരിക്കണം. Then next one, executors and administrators. ഇതുവരെ പഠിച്ചിരിക്കുന്നത് 4 types of special types customers ആണ്. First one, minor. Second one is joint account holders. Third one is in the case of partnership firms. Fourth point is joint stock companies. Then next special type of customer, that is executors and administrators. Executor is a person who is named in the will of a person to administer the estate of the deceased after his death. Who is an executor? Or and administrators എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആരാണ് ഈ എക്സിക്യൂട്ടർ എന്ന് പറയുന്നത്? എക്സിക്യൂട്ടർ is a person who is named in the will of a person to administer the estate of the deceased after his death. അതായത് ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അയാൾക്ക് ശേഷം അയാളുടെ സ്വത്ത് വകകൾ നോക്കി നടത്താനായിട്ട് ആരെയാണോ ചുമതലപ്പെടുത്തിയിരിക്കണേ, അവിടെയാണ് വിൽ എന്ന് പറയുന്ന ഒരു പവർ ഉണ്ട്. ദെൻ എക്സിക്യൂട്ടർ ഈസ് എ പേഴ്സൺ ഹു ഈസ് നെയ്മഡ് വിത്ത് ദ വിൽ. ആരെയാണോ ചുമതലപ്പെടുത്തിയിരിക്കണേ അയാളെയാണ് നമ്മൾ എന്ത് പറയാ? വിൽ എന്നുള്ള എക്സിക്യൂട്ടർ എന്ന് പറയാം. അവിടെ നമ്മൾ പറയുന്നത് എക്സിക്യൂട്ടർ ഈസ് എ പേഴ്സൺ ഹു ഈസ് നെയ്മഡ് ഇൻ ദ വിൽ എന്ന് വെച്ചാൽ ആ ഒരു പവർ ആരെയാണോ ഏൽപ്പിച്ചിരിക്കണേ to administer the estate of the deceased after his death. ഇപ്പം നല്ല ചില കേസുകളിലൊക്കെ ചില ഫിലിംസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആയിട്ടൊക്കെ വരുന്നത്, അല്ലെങ്കിൽ എക്സിക്യൂട്ടർ ഒക്കെ ആയിട്ട് നിങ്ങൾ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ എക്സിക്യൂട്ടറിനും അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വ്യത്യാസം എന്നറിയില്ല. ഇപ്പോൾ ഒരാൾക്ക് വളരെ വലിയ സ്വത്തുക്കളൊക്കെ ഉണ്ടായിച്ചാൽ അയാളുടെ മരണശേഷം ഇത് നോക്കാനായിട്ട് ഒരാളെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു എന്നൊക്കെ പറയുകയാണെങ്കിൽ അവിടെ ഒരു വിൽ പവർ ഉണ്ടല്ലോ, ആ പവർ ഒരാളെ ചുമതലപ്പെടുത്തിയവരായിട്ട് ബാങ്കിനെ ഇൻഫോം ചെയ്തിരിക്കാം. അത്തരം കേസിലെ ആ ഡിസീസ്ഡ് പേഴ്സന്റെ സ്വത്തുവകകൾ നോക്കി നടത്താനായിട്ട് അയാളെ ഏൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെ പറയുമ്പോഴാണ് എക്സിക്യൂട്ടർ ഈസ് എ പേഴ്സൺ ഹു ഈസ് നെയ്മഡ് ഇൻ ദ വിൽ ഓഫ് എ പേഴ്സൺ ടു അഡ്മിനിസ്റ്റർ ദ എസ്റ്റേറ്റ് ഓഫ് ദ ഡിസീസ്ഡ് ആഫ്റ്റർ ഹിസ് ഡെത്ത്. ഇനി ഹു ഈസ് ആൻ അഡ്മിനിസ്ട്രേറ്റർ. ആരാണ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്? അഡ്മിനിസ്ട്രേറ്റർ ഈസ് എ പേഴ്സൺ അപ്പോയിന്റഡ് ബൈ ദ കോർട്ട് ടു അഡ്മിനിസ്റ്റർ ദ പ്രോപ്പർട്ടി വെൻ എ പേഴ്സൺ ഡൈസ് വിത്തൗട്ട് ലിവിങ് എ വിൽ. അതായത് ഇയാളുടെ മരണശേഷം ഇത് നോക്കാനായിട്ട് ഒരാളെ ഏൽപ്പിക്കാത്ത പക്ഷം ആരാണ് അവിടെ ഏൽപ്പിക്കുക? കോർട്ട് ഏൽപ്പിക്കേണ്ടതായിട്ട് വരും. നിയമപരമായിട്ട് അത് ചെയ്യാനായിട്ട് ഒരാളെ ചുമതലപ്പെടുത്തേണ്ടി വരും. അപ്പോൾ ഇയാൾ പറയാത്ത പക്ഷം കോർട്ട് ചെയ്യേണ്ടി വരും. കോർട്ട് ആരെയാണോ അതിനുവേണ്ടി അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് അയാളെയാണ് നമ്മൾ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. എന്നാൽ ഡിസീസ്ഡ് പേഴ്സൺ തന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അയാളെയാണ് നമ്മൾ എക്സിക്യൂട്ടർ എന്ന് പറയുന്നത്. ഹൂ എക്സിക്യൂട്ട് ദ ഡ്യൂട്ടി. ആരാണോ ആ ഡ്യൂട്ടി എക്സിക്യൂട്ട് ചെയ്യുന്നത് അയാളെയാണ് നമ്മൾ എന്താ പറയുക? എക്സിക്യൂട്ടർ എന്ന് പറയുന്നത്. അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന ഒരാളെ അഡ്മിനിസ്ട്രേറ്റർ ഈസ് എ പേഴ്സൺ അപ്പോയിന്റഡ് ബൈ ദ കോർട്ട് ടു അഡ്മിനിസ്റ്റർ ദ പ്രോപ്പർട്ടി വെൻ എ പേഴ്സൺ ഡൈസ് വിത്തൗട്ട് ലിവിങ് എ വിൽ. ആ വില്ല് എന്ന് പറയുന്ന ആ ഒരു പവർ വേറൊരാൾക്ക് എക്സിക്യൂട്ട് ചെയ്യാതെ അയാൾ മരണപ്പെടുകയാണെങ്കിൽ അവിടെ നിർബന്ധമായിട്ടും കോർട്ട് അതൊരാളെ ചുമതലപ്പെടുത്തും.
അങ്ങനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ആരെയാണോ അയാളെയാണ് നമ്മൾ എന്ത് പറയുക, അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുക. ബോത്ത് ദ എക്സിക്യൂട്ടർ ആൻഡ് അഡ്മിനിസ്ട്രേറ്റർ പെർഫോം ദ സെയിം ഡ്യൂട്ടീസ്. അഡ്മിനിസ്ട്രേറ്റർ ആണെങ്കിലും എക്സിക്യൂട്ടർ ആണെങ്കിലും ഒരേ സമയം ഒരേ ഡ്യൂട്ടിയാണ് പെർഫോം ചെയ്യണേ. ദാറ്റ് ഈസ് ടു റിയലൈസ് അസസ് ഓഫ് ദ ഡിസീസ്ഡ് ആൻഡ് പേ ഓഫ് ഹിസ് ഡെറ്റ്. The bank should observe the following precautions while dealing with executors and administrators. അവിടെ പറയുന്നില്ലേ, ദ ബാങ്ക് ഷുഡ് ഒബ്സർവ് ദ ഫോളോയിങ് പ്രിക്കോഷൻസ്. ബാങ്കർ ചില പ്രിക്കോഷൻസ് എടുക്കാറുണ്ട്. ഈ എക്സിക്യൂട്ടേഴ്സിൻ്റെ കേസിലും അഡ്മിനിസ്ട്രേറ്റേഴ്സിൻ്റെ കേസിലും ആ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ബാങ്കിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ബാങ്ക് എടുക്കുന്ന ചില പ്രിക്കോഷൻസ് ഉണ്ട്. അപ്പോൾ then അവിടെ ഫസ്റ്റ് പോയിന്റ് എക്സാമിനേഷൻ ഓഫ് ലെറ്റർ. ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന ലെറ്റർ വളരെ നന്നായിട്ട് പരിശോധിച്ചിരിക്കണം. ഓപ്പണിംഗ് എ ന്യൂ അക്കൗണ്ട്, ജോയിന്റ് എക്സിക്യൂട്ടേഴ്സ് ഓർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആൻഡ് ട്രാൻസ്ഫർ ഓഫ് ഫണ്ട്സ്. ദെൻ അതിൽ ഫസ്റ്റ് പോയിന്റ് ഓൺ ദ ഡെത്ത് ഓഫ് ദ കസ്റ്റമർ. എക്സാമിനേഷൻ ഓഫ് ലെറ്ററിലെ ഓൺ ദ ഡെത്ത് ഓഫ് ദി കസ്റ്റമർ ദ ബാങ്കർ മസ്റ്റ് സ്റ്റോപ്പ് ഓൾ പേയ്മെന്റ്സ് ഫ്രം ഹിസ് അക്കൗണ്ട്. അതായത് കസ്റ്റമർ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ ആ അക്കൗണ്ടിന്റെ ഓപ്പറേഷൻസ് എല്ലാം തന്നെ നിർത്തിവെക്കുകയും ദ ബാങ്കർ ഷുഡ് ചെക്ക് ദ ലെറ്റർ ഓഫ് പ്രൊബേറ്റ് ഇൻ ദ കേസ് ഓഫ് എക്സിക്യൂട്ടേഴ്സ് ആൻഡ് ലെറ്റർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ. ഇൻ ദ കേസ് ഓഫ് അഡ്മിനിസ്ട്രേറ്റർ ടു എനേബിൾ ദ ബാങ്ക് ടു എക്വിപ്പ് വിത്ത് ദ നെസസറി പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ദ എക്സിക്യൂട്ടേഴ്സ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്. The bank can permit the executor or the administrator, as the case may be, to operate the account of the deceased person. തീർച്ചയായിട്ടും ബാങ്കർ ഈ രണ്ട് കാര്യങ്ങളും, വിൽപത്രം എന്നൊക്കെ പറയില്ലേ നമ്മളിപ്പോൾ, അത് ഇത് ചെയ്യാനായിട്ടുള്ള ആ ഒരു പവർ ആരെയാണോ ഏൽപ്പിച്ചിരിക്കണേ അയാളെയാണ് നമ്മൾ എക്സിക്യൂട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ എക്സിക്യൂട്ടർ ആണെങ്കിലും അതേസമയം അഡ്മിനിസ്ട്രേറ്റർ ആണെങ്കിലും അവരെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ആ ഒരു ലെറ്റർ വളരെ വ്യക്തമായിട്ട് തന്നെ ബാങ്കർ പരിശോധിച്ചിരിക്കണം. അതിനുശേഷമാണ് ഓപ്പണിംഗ് ആൻ അക്കൗണ്ട്, ഒരു അക്കൗണ്ട് അവരുടെ പേരിൽ ആരംഭിക്കാനായിട്ട് സാധിക്കുള്ളൂ. An account in the following styles may be opened in the name of the executors or administrators. A. Executors or administrators to the estate of B deceased. B എന്ന് പറയുന്നത് അതായത് എന്ന് പറയുന്ന എക്സിക്യൂട്ടേഴ്സ് ഓർ അഡ്മിനിസ്ട്രേറ്റർ എസ്റ്റേറ്റ് ഓഫ് ബി ഡിസീസ്ഡ്. ബി എന്ന് പറയുന്ന ഒരാൾ ഡിസീസ് ആവുന്ന പക്ഷം എ എന്ന് പറയുന്ന ഒരാൾക്ക് നമുക്കതിന് അധികാരം കൊടുത്തുകൊണ്ട് ആ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. The balance in the account of the deceased is to be transferred to the new account. Same time ആ ഡിസീസ്ഡ് പേഴ്സന്റെ അക്കൗണ്ടിലുള്ള ക്രെഡിറ്റ് ബാലൻസ് ഓട്ടോമാറ്റിക്കലി ആരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്, എക്സിക്യൂട്ടറിലേക്കോ അഡ്മിനിസ്ട്രേറ്ററിലേക്കോ ട്രാൻസ്ഫർ ചെയ്യുന്നു. Then next point is joint executors or administrators. ചില സിറ്റുവേഷൻസിലെ അത് ജോയിന്റ് ആയിട്ടുള്ള എക്സിക്യൂട്ടേഴ്സ് ആവാം, അതല്ലെങ്കിൽ ജോയിന്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആവാം. അങ്ങനെയാണെങ്കിൽ when two or more persons are appointed as executors or administrators, the banker should get clear instructions from them regarding the executors or administrators who will operate the account. കണ്ടോ, when two or more persons are appointed, ചിലപ്പോൾ ചില സിറ്റുവേഷൻസ് 2 പേരൊക്കെ എക്സിക്യൂട്ടേഴ്സ് ആയിട്ട് വരാം, ചിലപ്പോൾ 2 പേര് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആയിട്ട് വരാം. ദ ബാങ്കർ ഷുഡ് ഗെറ്റ് ക്ലിയർ ഇൻസ്ട്രക്ഷൻസ് ഫ്രം ദം റിഗാർഡിംഗ് ദ എക്സിക്യൂട്ടേഴ്സ് ഓർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഹൂ വിൽ ഓപ്പറേറ്റ് ദ അക്കൗണ്ട്. അങ്ങനെ ഒന്നിൽ കൂടുതൽ ആളുകൾ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ്സ് ആയിട്ടോ അഡ്മിനിസ്ട്രേറ്റേഴ്സോ വരുന്ന പക്ഷം ആരായിരിക്കും അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്ന് ബാങ്കർക്ക് വ്യക്തമാക്കിയിരിക്കണം. Then transfer of account, transfer of funds. The banker should not allow transfer of funds from the account of the estate to the personal account of the executor. അതായത് the banker should not allow the transfer of funds from the account of the estate. ആ ഒരു അക്കൗണ്ട്, എസ്റ്റേറ്റിൻ്റെ ഒരു അക്കൗണ്ട് ഒരു കാരണവശാലും എക്സിക്യൂട്ടറുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. അത് ആ എസ്റ്റേറ്റിൽ തന്നെ അതിൽ തന്നെ പേരിൽ തന്നെ തുടരുകയും അത് നോക്കി നടത്താനായിട്ടുള്ള ചുമതല ആരെ ഏൽപ്പിക്കുകയും ചെയ്യുന്നു, എക്സിക്യൂട്ടറെ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച ഒരു 5 പോയിന്റ് ആണ് കേട്ടോ നമ്മൾ പഠിച്ചിരിക്കുന്നത്. സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ് ആരൊക്കെ പഠിച്ചു? നമ്മൾ മൈനറെ പഠിച്ചു. മൈനറുടെ കേസിൽ ബാങ്കർ എടുക്കേണ്ട പ്രിക്കോഷൻ. പിന്നെ സെക്കൻഡ് പോയിന്റ് ജോയിന്റ് അക്കൗണ്ട് ഹോൾഡേഴ്സ്. Then next one is partnership firm, joint stock companies. Then fifth point is executor and administrator. Then sixth point trustee. കേട്ടിട്ടുണ്ടാവും. Trust is an obligation annexed to the ownership of the property. Trust is an obligation annexed to the ownership of the property. ഒരു പ്രോപ്പർട്ടി നോക്കി നടത്താനായിട്ട് ഒരു ട്രസ്റ്റിനെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്.
A person to whom confidence is reposed by another person is called as a trustee. അതായത് ഒരു വ്യക്തി അല്ലെങ്കിൽ ആ വ്യക്തിയുടെ എന്താ പറയുക, അയാളുടെ സ്വത്തുക്കൾ നോക്കി നടത്തുന്നതിന് വേണ്ടി ഒരു ട്രസ്റ്റ് രൂപീകരിക്കുകയാണ് ചെയ്യുക. അവിടെയാണ് നമ്മൾ പറയുക trust is an obligation to annex to the ownership of the property. A person to whom confidence is reposed by another person is called as a trustee. അയാൾ വിശ്വസ്തയോടുകൂടി മറ്റൊരാൾക്ക് അല്ലെങ്കിൽ മറ്റൊരു ഗ്രൂപ്പിനെ ഏൽപ്പിക്കുന്നതിനെയാണ് ട്രസ്റ്റ് എന്ന് പറയുന്നത്, ട്രസ്റ്റി എന്ന് പറയുന്നത്. എ ട്രസ്റ്റി യൂഷ്വലി ആക്ട് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദ അനദർ പേഴ്സൺ. ഈ ട്രസ്റ്റി എന്ന് പറയുന്നത് ശരിക്കും അയാളുടെ പ്രോപ്പർട്ടി അല്ല, മറ്റൊരാൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ് ട്രസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. എ ട്രസ്റ്റി യൂഷ്വലി ആക്ട് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദി അനദർ പേഴ്സൺ. മറ്റൊരാളുടെ ബെനിഫിറ്റിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളെയാണ് നമ്മൾ ട്രസ്റ്റി എന്ന് വിളിക്കുന്നത്. ദ പേഴ്സൺ ഹു സ്റ്റാൻഡ്സ് ടു ഡിറൈവ് ദ ബെനിഫിറ്റ് ഈസ് കോൾഡ് ആസ് ബെനിഫിഷ്യറി. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ആ ട്രസ്റ്റിന്റെ ബെനിഫിറ്റ് ആർക്കാണോ കിട്ടുന്നത് അയാളെയാണ് നമ്മൾ എന്താ പറയുക, ബെനിഫിഷ്യറി. A banker has to take the following precautions while taking the trustee. അതായത് ഈ ട്രസ്റ്റ് ഡീഡ് ഉണ്ടായിരിക്കും അല്ലേ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരു ട്രസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ചില സ്ഥാപനങ്ങളൊക്കെ ട്രസ്റ്റിന്റെ പേരിൽ നിലനിൽക്കാറുണ്ട്. ചാരിറ്റബിൾ ട്രസ്റ്റ് കേട്ടിട്ടുള്ള ഒരു വാക്കാണ് ഈ അതായത് ഒരു ഓണർഷിപ്പിൽ വരുന്ന ആ ഒരു പ്രോപ്പർട്ടി നോക്കി നടത്താനായിട്ട് മറ്റൊരാളെ ഏൽപ്പിക്കുന്നതിനെയാണ് ട്രസ്റ്റ് എന്ന് പറയുന്നത്. അതിന്റെ നിയമാവലികളെയൊക്കെയാണ് നമ്മൾ ട്രസ്റ്റ് ഡീഡ് എന്ന് പറയാം. അപ്പൊ പാർട്ട്ണർഷിപ്പിൽ നമ്മൾ സ്വാഭാവികമായിട്ടും പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയും. ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയിൽ നമ്മൾ എന്താ പറയാ, മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയും. അതേപോലെ ട്രസ്റ്റിൽ ഒരു ട്രസ്റ്റ് ഡീഡ് ഉണ്ടായിരിക്കും. അപ്പൊ ആദ്യം ബാങ്കർ ഒരു ട്രസ്റ്റിന്റെ അക്കൗണ്ട് ആരംഭിക്കുമ്പോൾ ബാങ്കർ ശ്രദ്ധിക്കേണ്ട പോയിന്റ്സ് ആണ്. ഫസ്റ്റ് വൺ ഈസ് എക്സാമിനേഷൻ ഓഫ് ട്രസ്റ്റ് ഡീഡ്. ട്രസ്റ്റ് ഡീഡ് പരിശോധിച്ചിരിക്കണം. എ ബാങ്കർ ഷുഡ് ഫസ്റ്റ് ഗോ ത്രൂ ദ ട്രസ്റ്റ് ഡീഡ്. ദിസ് ഈസ് ടു ഒബ്റ്റെയിൻ ദ ഡീറ്റെയിൽസ് ലൈക്ക് നെയിംസ് ഓഫ് ട്രസ്റ്റീസ്, ദെയർ പവേഴ്സ്, പ്രോപ്പർട്ടി ഓഫ് ദ ട്രസ്റ്റ് എക്സെട്ര. എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ബാങ്കർ? ബാങ്കർ ഷുഡ് ഫസ്റ്റ് ഗോ ത്രൂ ദ ട്രസ്റ്റ് ഡീഡ്. ട്രസ്റ്റ് ഡീഡ് പരിശോധിച്ചിരിക്കണം. ദിസ് ഈസ് ടു ഒബ്റ്റെയിൻ ദ ഡീറ്റെയിൽസ് ലൈക്ക് നെയിം ഓഫ് ട്രസ്റ്റീസ്, ദെയർ പവേഴ്സ്, പ്രോപ്പർട്ടീസ് ഓഫ് ദ ട്രസ്റ്റ് എക്സെട്ര. Then second point is trustees act jointly. ട്രസ്റ്റി എങ്ങനെയാ പ്രവർത്തിക്കുക? ജോയിന്റ് ആയിട്ട് പ്രവർത്തിക്കണം അല്ലേ. The trustee should act jointly. They are not competent to delegate their powers unless a trust deed authorizes them to do so. ഈ ട്രസ്റ്റി അപ്പോൾ ആദ്യം ട്രസ്റ്റ് ഡീഡ് പരിശോധിക്കണം. ട്രസ്റ്റി ആക്ട് ജോയിന്റ്ലി, ജോയിന്റ് ആയിട്ടാണ് അത് പ്രവർത്തിക്കുക. ചെക്ക് സൈനിങ് പവർ. ഇവിടെ ബാങ്കർ ഷുഡ് ഗെറ്റ് ക്ലിയർ ഇൻസ്ട്രക്ഷൻ ആസ് ടു ഹും വുഡ് എമംഗ് ദ സെവറൽ ട്രസ്റ്റീസ് സൈൻ ദ ചെക്ക്. ഇതിന് ആരെയാണോ ട്രസ്റ്റിന്റെ ബാങ്കിങ് ട്രാൻസാക്ഷൻസ് നടത്താനായിട്ട് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്, ചെക്ക് സൈൻ ചെയ്യാനായിട്ട് ആരെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അത് വ്യക്തമാക്കിയിരിക്കണം. ദെൻ നെക്സ്റ്റ് വൺ ഈസ് റിട്ടയർമെന്റ് ഓർ ഡെത്ത്. The banker should also ascertain the details of the death or retirement of any of the trustees to enable the banker to operate the account of the trust without any confusion. അവിടെ റിട്ടയർമെന്റ് ഒരു ഡെത്ത്, ആരെങ്കിലും ഒരാൾ മരണപ്പെടുകയാണെങ്കിൽ the banker should also ascertain the details of death or retirement of any of the trustees to enable the banker to operate the account of the trust without any confusion. അവിടെ banker should also ascertain the details of the death or retirement of the banker to enable the banker to operate the account of the trust without ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ അത് നടത്തിക്കൊണ്ടുപോകാനുള്ളൊരു കൺസിഡറേഷൻ കിട്ടിയിരിക്കണം. മിസ്യൂസ് ഓഫ് ഫണ്ട്സ്. It is essential that the banker does not knowingly allow the misuse of the funds by the trustee. അറിഞ്ഞുകൊണ്ട് യാതൊരു രീതിയിൽ മിസ്യൂസ് ചെയ്യാനായിട്ട് പാടില്ല. ബോറോവിംഗ് പവർ. Banker should grant loans and advances to the trustee only as per the borrowing powers as specified in the trust deed. ട്രസ്റ്റ് ഡീഡിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം അത്ര വരെയുള്ള എമൗണ്ട് ആണ് ബാങ്ക് ലോൺ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പാടുള്ളൂ. Then examination of registration certificate. In the case of charitable trust, bank should verify the registration certificate issued by the concerned authorities. Charitable trust ഒക്കെ ആണെങ്കിൽ then അത് ഇഷ്യൂ ചെയ്തിരിക്കുന്ന ആ സർട്ടിഫിക്കറ്റ് കൂടെ പരിശോധിച്ചിരിക്കണം. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ട്രസ്റ്റിയുടെ കേസിൽ ബാങ്കർ ശ്രദ്ധിക്കാനുള്ള ചില പോയിന്റ്സ് മാത്രം ഓർത്തെടുക്കാം. ട്രസ്റ്റ് ഡീഡ്, ട്രസ്റ്റീസ് ആക്ട് ജോയിന്റ്ലി, ചെക്ക് സൈനിങ് power, retirement or death, then misuse of funds, borrowing power, examination of registration certificate. ഇത്രയും കാര്യങ്ങൾ ട്രസ്റ്റഡ് കേസിൽ കൺസിഡർ ചെയ്തിരിക്കുന്നു. Then 7th point, സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കസ്റ്റമർ എന്ന് പറയുന്നത്
ക്ലബ് ആൻഡ് അസോസിയേഷൻ. നമ്മൾ കാണുന്ന ചില ക്ലബ്ബുകളൊക്കെ ഉണ്ടാവാം, ചില അസോസിയേഷൻസ് ഉണ്ടാവാം. നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷൻസിനൊക്കെയാണ് നമ്മൾ ക്ലബ് അസോസിയേഷൻസ് എന്ന് പറയുന്ന ഹെഡിൽ ഉൾപ്പെടുത്താം. അവിടെ നോൺ ട്രേഡിംഗ് ഓർഗനൈസേഷൻ ലൈക്ക് ക്ലബ്, അസോസിയേഷൻ, ലൈബ്രറീസ്, കോളേജസ്, സ്കൂൾസ് മെയിൻറ്റെയിൻ ദെയർ അക്കൗണ്ട്സ് വിത്ത് ബാങ്ക്. ദ ബാങ്ക് ഷുഡ് ടേക്ക് ദ ഫോളോയിങ് പ്രിക്കോഷൻ. അതായത് ഇപ്പോൾ ഈ നോൺ ട്രേഡിംഗ് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ല, കോളേജുകളോ സ്കൂളുകളോ ലൈബ്രറികളോ ചില ക്ലബ്ബുകളോ അസോസിയേഷൻസോ ഇവരുടെയൊക്കെ ഇത്തരം സ്ഥാപനങ്ങളൊക്കെ നമ്മൾ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ നോൺ ട്രേഡിംഗ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തുക. അപ്പോൾ ഈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിൻ്റെ അക്കൗണ്ട് ഡീൽ ചെയ്യുമ്പോൾ ബാങ്കർ ശ്രദ്ധിക്കേണ്ട ചില പോയിന്റ്സ്. ദെൻ ഫസ്റ്റ് പോയിന്റ് ഈസ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. ഈ ക്ലബ്ബ് അല്ലെങ്കിൽ ഈ ഒരു ഓഫീസ് അല്ലെങ്കിൽ ഒരു കോളേജ് എന്ന് പറയുന്നത് ഒരു ക്ലബ്ബ് എന്നാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ബാങ്കർ ഷുഡ് എൻഷുർ ദാറ്റ് ദ സൊസൈറ്റി ഈസ് പ്രോപ്പർലി ഇൻകോർപ്പറേറ്റഡ് ഓർ രജിസ്റ്റേർഡ് ബോഡി. യൂഷ്വലി സച്ച് അസോസിയേഷൻസ് ആർ രജിസ്റ്റേർഡ് അണ്ടർ ദി സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട്. സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം തന്നെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന നോൺ ട്രേഡിംഗ് ഓർഗനൈസേഷൻ ആണോ എന്നൊന്ന് ഉറപ്പുവരുത്തുക. സെക്കൻഡ് വൺ ഈസ് റൂൾസ് ആൻഡ് ബൈലോസ് ഓഫ് ദ സൊസൈറ്റി. റൂൾസ് ആൻഡ് ബൈലോസ് ഓഫ് ദ സൊസൈറ്റിയിലെ ദ ബാങ്കർ ഷുഡ് എക്സാമിൻ ദ റൂൾസ് ആൻഡ് ബൈലോസ് ഓഫ് ദ സൊസൈറ്റി ബിഫോർ ഓപ്പണിംഗ് ആൻ അക്കൗണ്ട്. ഒരു അക്കൗണ്ട് ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പരിശോധിച്ചിരിക്കണം. ദ ബാങ്കർ ഷുഡ് എൻഷുർ ദാറ്റ് ദീസ് റൂൾസ് ആർ ഒബ്സർവ്ഡ് ബൈ ദ പേഴ്സൺസ് റെസ്പോൺസിബിൾ ഫോർ മാനേജിങ് ദ സൊസൈറ്റി. ദെൻ തേർഡ് പോയിന്റ് ഈസ് റെസൊല്യൂഷൻ ഓഫ് മാനേജ്മെന്റ് കമ്മിറ്റി. മാനേജ്മെന്റ് കമ്മിറ്റി എന്തെങ്കിലും പ്രമേയങ്ങളൊക്കെ പാസ്സാക്കുക. ഞാൻ പറഞ്ഞല്ലോ, ആദ്യം ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുള്ള ഡോക്യുമെന്റ് ഒക്കെ ഉണ്ടാവും. അതിനുശേഷം ചില പ്രമേയങ്ങളൊക്കെ പാസ്സാക്കിക്കൊണ്ടാണ് അതിൽ മാറ്റങ്ങളൊക്കെ വരുത്തുക. അങ്ങനെ എന്തെങ്കിലും പ്രമേയങ്ങളൊക്കെ മീറ്റിംഗ് ഒക്കെ കൂടിയിട്ട് ചില മാറ്റങ്ങളൊക്കെ വരുത്തും. ഫോർ ഓപ്പണിംഗ് എ ബാങ്ക് അക്കൗണ്ട് റെസൊല്യൂഷൻ ഷുഡ് ബി പാസ്ഡ് ബൈ ദ മാനേജിംഗ് കമ്മിറ്റി സ്പെസിഫൈങ് ദ നെയിം ഓഫ് ബാങ്ക് അപ്പോയിന്റഡ് ആസ് എ ബാങ്കർ. Name of the bank appointed by the banker, the name of the persons who are authorized to operate the account and any other directions regarding the operation account. ഒരു അക്കൗണ്ട് ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള എന്തൊക്കെ പ്രമേയങ്ങളാണ് പാസ്സാക്കിയിരിക്കുന്നത് വെച്ചാൽ അതിൻ്റെ ഒരു കോപ്പി. ഇത് ചെയ്യാനായിട്ട് ആരെയാണോ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അതിനെല്ലാവരും കൂടെ സമ്മതിച്ചുകൊണ്ടുള്ളൊരു സമ്മതപത്രം. ഇങ്ങനെയുള്ള ചില ലീഗലായിട്ട് ഒരാളെ നമ്മൾ ഓതറൈസ് ചെയ്യുമ്പോൾ അതിന് കൊടുക്കേണ്ടതായിട്ടുള്ള ലീഗൽ സപ്പോർട്ട് അതെല്ലാം കിട്ടിയിട്ടുണ്ടോ എന്ന് പരിശോധിച്ചിരിക്കണം. ബോറോയിങ് പവേഴ്സ് ഓഫ് ദ സൊസൈറ്റി. അതായത് ആ ഒരു ക്ലബിനോ അല്ലെങ്കിൽ ഓർഗനൈസേഷനോ എത്രമാത്രമാണ് അവരുടെ ബോറോവിങ് കടം വാങ്ങിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ളതെന്ന് നോക്കിയിരിക്കണം. ദ ബാങ്കർ ഹാസ് ടു അസർട്ടൈൻ ദ ബോറോവിങ് പവേഴ്സ് ഓഫ് ദ സൊസൈറ്റി ഫ്രം ദ രജിസ്ട്രേഷൻ ഡോക്യുമെന്റ്സ് ശ്രദ്ധിച്ചിരിക്കണം. പിന്നെ ഡെത്ത് ഓർ റെസിഗ്നേഷൻ. In the event of death or resignation of the person entitled to operate an account, the banker should immediately stop the operations of that account till the management committee inform the appointment of the other person in his place. അതായത് ഇപ്പോൾ ഈ ക്ലബ്ബുകളോ സ്കൂളുകളോ കോളേജുകളോ ഒക്കെ അതിൻ്റെയൊക്കെ ബാങ്ക് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ഒരാളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടായിരിക്കാം. അയാളുടെ റെസിഗ്നേഷനോ അയാൾ സ്വമേധയാ ചിലപ്പോൾ റിസൈൻ ചെയ്യാം. അയാളുടെ റെസിഗ്നേഷനോ അതുമല്ലെങ്കിൽ അയാളുടെ മരണമോ ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എങ്ങനെയായിരിക്കും ഈ ബാങ്ക് ഓപ്പറേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ സഡൻലി ബാങ്കിങ് ഓപ്പറേഷൻസ് എല്ലാം നിർത്തിവെക്കുകയും വീണ്ടും ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി പുതിയതായിട്ടൊരു മാനേജ്മെന്റ് കമ്മിറ്റിയുടെ പുതിയൊരു റെസൊല്യൂഷനെ തുടർന്ന് മാത്രമാണ് വീണ്ടും ആ അക്കൗണ്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് നടത്താനായിട്ട് പറ്റുള്ളൂ. ദ നെക്സ്റ്റ് വൺ ഈസ് ട്രാൻസ്ഫർ ഓഫ് ഫണ്ട്. The banker should see that the fund of the society are not transferred to the personal account of the trustee who are authorized to open an account. ഒരു കാരണവശാലും ഫണ്ട് ആരെയാണ് ചുമതലപ്പെടുത്തിയിട്ടില്ലെങ്കിലും അയാളുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പാടില്ല. ദ ബാങ്കർ ഷുഡ് സീ ദാറ്റ് ദ ഫണ്ട് ഓഫ് ദ സൊസൈറ്റി ആർ നോട്ട് ട്രാൻസ്ഫേർഡ് ടു ദ പേഴ്സണൽ അക്കൗണ്ട് ഓഫ് ദ ട്രസ്റ്റി ഹു ആർ ഓതറൈസ്ഡ് ടു ഓപ്പൺ ആൻ അക്കൗണ്ട്. ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അയാളുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് നടത്താനായിട്ട് പാടില്ല. അപ്പോൾ ക്ലബ്ബോ അസോസിയേഷനോ ഒക്കെ ആണെങ്കിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, റൂൾസ് ആൻഡ് ബൈലോസ് ഓഫ് ദ സൊസൈറ്റി, റെസൊല്യൂഷൻ ഓഫ് ദ മാനേജ്മെന്റ് കമ്മിറ്റി, ബോറോവിംഗ് പവേഴ്സ് ഓഫ് ദ സൊസൈറ്റി, ഡെത്ത് ഓർ റെസിഗ്നേഷൻ ആൻഡ് ട്രാൻസ്ഫർ ഓഫ് ഫണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ബാങ്കർ ശ്രദ്ധിക്കേണ്ട പോയിന്റ്. ദെൻ 7 പോയിന്റുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. 7 പോയിന്റ് ഏതൊക്കെയാ? മൈനർ, ഞാനത് വീണ്ടും വീണ്ടും ഓർമ്മിക്കുകയാണ്. സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സിലെ മൈനർ. സെക്കൻഡ് പോയിന്റ് ജോയിന്റ് അക്കൗണ്ട് ഹോൾഡേഴ്സ്. തേർഡ് പോയിന്റ് പാർട്ട്ണർഷിപ്പ് ഫേംസ്.
Fourth point, joint stock company. Then fifth point is executor and administrator. Then next one is trustee. Seventh point is club and associations. And eighth point is drunkards. Drunkards in the case, according to the law of contract, a valid contract should be between two or more persons who are in sound mind and in full possession of the contract, are totally conscious of the contract. Then ഇവിടെ according to law of contract, ഒരു law of contract പ്രകാരം valid contract should be between two or more persons who are in sound mind. നമ്മൾ രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരു കരാറിൽ ഏർപ്പെടുന്ന സിറ്റുവേഷനിൽ രണ്ട് വ്യക്തികളും സൗണ്ട് മൈൻഡ് ആയിരിക്കണം, അല്ലേ? സൗണ്ട് മൈൻഡ് ആൻഡ് ഇൻ ഫുൾ പൊസിഷൻ ഓഫ് ദ കോൺട്രാക്ട് ആൻഡ് ആർ ടോട്ടലി കോൺഷ്യസ് ഓഫ് ദ കോൺട്രാക്ട്. If a person who entered into a contract is not a position to understand fact, law protect him by making the contract is invalid. Hence, the banker should enter into any contract with a person if he finds that the person under the effect of liquor. Bank should not grant loans, make payments, etc. It is unavoidable to pay the check. It is advisable to the banker to get signature of the witness for the payment. അതായത് ഒരിക്കലും ഒരു ഡ്രങ്കാർഡ് പേഴ്സൺസ്, അത് മദ്യപിച്ചിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മൈൻഡ് എന്ന് പറയുന്നത് എപ്പോഴും അൺസൗണ്ട് മൈൻഡ് ആണല്ലോ, അല്ലേ? ശരിയായിട്ട് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റാവുന്ന ഒരു മാനസികാവസ്ഥ ഈ ഡ്രങ്കാർഡ് പേഴ്സൺസിന് ഉണ്ടായിരിക്കില്ല. അവിടെ നമ്മളെപ്പോഴും ഒരു വാലിഡ് കോൺട്രാക്റ്റിൽ എത്തുന്ന സമയത്ത് രണ്ട് പേരും എന്തായിരിക്കണം? ആ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് ഫുൾ സൗണ്ട് മൈൻഡ് ആയിരിക്കണം. എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് സംസാരിക്കാനും ചിന്തിക്കാനും ഒക്കെ ഉള്ള നല്ല ബോധ മനസ്സോടു കൂടി മാത്രമാണ് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാനായിട്ട് സാധിക്കുള്ളൂ. ഇനി ഇത്തരത്തിൽ മദ്യപിച്ചിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും കാരണവശാൽ എന്തെങ്കിലും ചെക്ക് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നതുമായിട്ട് ബാങ്കിനെ നിർബന്ധിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും അയാൾ സൗണ്ട് മൈൻഡ് അല്ല, ബാങ്കർക്ക് അത് എന്ത് ചെയ്യാം, നിരസിക്കാവുന്നതാണ്. അല്ല, അത് ക്ലിയർ ചെയ്ത് കൊടുക്കണം എന്നുള്ള അതേ സിറ്റുവേഷൻസ് ഒക്കെ തന്നെയാണെന്നുണ്ടെങ്കിൽ ഒരു വിറ്റ്നസിന്റെ സഹായത്തോടു കൂടി മാത്രമേ നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ, അത്തരം കാര്യങ്ങളിൽ ഡീൽ ചെയ്യാനായിട്ട് പാടുള്ളൂ. അവിടെ പറയാം, ഇഫ് എ പേഴ്സൺ ഹു എൻറ്റേർഡ് ഇൻ ടു എ കോൺട്രാക്ട് ഈസ് നോട്ട് ഇൻ എ പൊസിഷൻ ടു അണ്ടർസ്റ്റാൻഡ് ഫാക്ട്. എപ്പോഴും എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റാകാവുന്ന ഒരു മാനസികാവസ്ഥയായിരിക്കണം. ലോ പ്രൊട്ടക്ട് ഹിം മേക്കിംഗ് ദ കോൺട്രാക്ട് ഇൻവാലിഡ്, അതർവൈസ് അതൊരു ഇൻവാലിഡ് കോൺട്രാക്റ്റ് ആയിട്ട് മാറും. Hence, the banker should not enter into any contract with a person if he finds the person under the effect of liquor. അതേപോലെ തന്നെ ഇപ്പം ചിലപ്പോൾ അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാനോ അക്കൗണ്ട് അസൈൻ ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ഒരു കാരണവശാൽ മദ്യപിച്ചുകൊണ്ടാണ് അയാൾ സംസാരിക്കുന്നതെങ്കിൽ അതെന്താണ്, ആബ്സെന്റ് മൈൻഡഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അത്തരം സിറ്റുവേഷനിലെ ബാങ്കർക്ക് എന്ത് ചെയ്യാവുന്നതാണ്, അത് തടയാവുന്നതാണ്, അല്ലെങ്കിൽ അത് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ഇല്ല. ബാങ്ക് ഷുഡ് നോട്ട് ഗ്രാൻഡ് ലോൺസ്, മേക്ക് പേയ്മെന്റ്സ് എക്സെട്ര. ആ സമയത്ത് പേയ്മെന്റുകൾ ക്ലിയർ ചെയ്യാനോ ലോൺ കൊടുക്കാനോ തയ്യാറാവുന്നില്ല. ഇഫ് ഇറ്റ് ഈസ് അൺഅവോയ്ഡബിൾ ടു പേ ദ ചെക്ക്, ചില സിറ്റുവേഷൻസിൽ ചെക്ക് ക്ലിയർ ചെയ്യാനായിട്ട് ബാങ്കിന് റെസ്പോൺസിബിലിറ്റി ഇല്ല എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് അഡ്വൈസബിൾ ടു ദ ബാങ്കർ ടു ഗെറ്റ് എ സിഗ്നേച്ചർ ഓഫ് ദ വിറ്റ്നസ് ഓഫ് ദ പേയ്മെന്റ്. അത്തരം സിറ്റുവേഷനിൽ ഒരു വിറ്റ്നസിന്റെ സഹായത്തോടു കൂടി മാത്രമേ ബാങ്കർ എന്ത് ചെയ്യുന്നുള്ളൂ, ചെക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ദെൻ നയൻത് പോയിന്റ് ഈസ് ലുനാറ്റിക് പേഴ്സൺ. ലുനാറ്റിക് ആർ പേഴ്സൺസ് ഓഫ് അൺസൗണ്ട് മൈൻഡ്. അതായത് ഇപ്പം നമ്മൾ ചിത്തഭ്രമം, അതായത് ശരിയായിട്ടുള്ള ബോധ മനസ്സില്ലാതിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ അതിനെയാണ് ലുനാറ്റിക് പേഴ്സൺ എന്ന് പറയുക. മദ്യപിക്കുമ്പോൾ മാത്രമല്ല, അല്ലാതെ തന്നെ ചില അസുഖങ്ങൾ മൂലമൊക്കെ നമുക്ക് എന്ത് വരാം, അൺസൗണ്ട് മൈൻഡായിട്ട് മാറാം. ലുനാറ്റിക് ആർ പേഴ്സൺസ് ഓഫ് അൺസൗണ്ട് മൈൻഡ്. They cannot understand what is happening around and cannot think rationally. എന്താണ് നമ്മുടെ ചുറ്റുപാടും സംഭവിക്കുന്നതെന്ന് അറിയാതിരിക്കുക, അതേസമയം യുക്തിപൂർവ്വം കാര്യങ്ങൾ ചിന്തിക്കാൻ പറ്റാതിരിക്കുക. ഹെൻസ് ലോ പ്രൊട്ടക്ട് ദം ഫോർ അതേഴ്സ് ഹു മേക്ക് ദ അഡ്വാൻറ്റേജസ് ഓഫ് ദെയർ പൊസിഷൻ. അത്തരം സിറ്റുവേഷനിലെ നിയമപ്രകാരം അവരെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതാണ്. അക്കോർഡിംഗ് ടു ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്, എ പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ് ഈസ് ഡിസ്ക്വാളിഫൈഡ് ഫ്രം എൻറ്ററിംഗ് ഇൻ ടു എ കോൺട്രാക്ട്. അതായത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പ്രകാരം ലുനാറ്റിക് പേഴ്സൺസിനെ ഒരു കാരണവശാലും ഒരു കരാറിലും ഏർപ്പെടാനായിട്ട് സാധിക്കില്ല. ഹെൻസ് ബാങ്കേഴ്സ് ഷുഡ് നോട്ട് അലോ സച്ച് പേഴ്സൺ ടു ഓപ്പൺ ആൻ അക്കൗണ്ട് വിത്ത് ദ ബാങ്ക് വിത്ത് ദെയർ നെയിം.
അത്തരത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ബാങ്കിന് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ബാങ്കർ വിസമ്മതിക്കും. ഇഫ് ആൻ അക്കൗണ്ട് ഹോൾഡർ ബിക്കംസ് ഇൻസെയിൻ ഹി ഷുഡ് സ്റ്റോപ്പ് ഓൾ ടൈപ്സ് ഓഫ് ഓപ്പറേഷൻ ഓഫ് അക്കൗണ്ട് ആൻഡ് ഓൾ ഡീലിംഗ്സ് വിത്ത് ഹിം ആസ് സൂൺ ആസ് ഇറ്റ് കംസ് ടു ദ നോട്ടീസ് ഓഫ് ദ ബാങ്കർ. ഇഫ് എ ലുനാറ്റിക് കസ്റ്റമർ ബിക്കം നോർമൽ ദ ബാങ്കർ ക്യാൻ കണ്ടിന്യൂ ഹിസ് അക്കൗണ്ട്. അതായത് അദ്ദേഹം ലുനാറ്റിക് പേഴ്സൺ ആണ്, അല്ലെങ്കിൽ അൺസൗണ്ട് മൈൻഡ് ആണ്, ഇൻസെയിൻ പേഴ്സൺ ആണ് എന്ന് അറിയുന്ന പക്ഷം തന്നെ ബാങ്കർ എന്ത് ചെയ്യുന്നു, ബാങ്കിങ് ട്രാൻസാക്ഷൻസ് എല്ലാം നിർത്തിവെക്കുകയും വീണ്ടും അയാൾ ഒരു നോർമൽ പൊസിഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ ട്രാൻസാക്ഷൻസ് തന്നെ തുടർന്ന് പോവുകയും ചെയ്യുന്നു എന്ന് പറയുന്നതാണ്. അതാണ് ശ്രദ്ധിക്കേണ്ട പോയിന്റ്. നെക്സ്റ്റ് കേസിലെ 10th പോയിന്റ് ഈസ് മാരീഡ് വുമൺ. മാരീഡ് വുമണിലെ എ മാരീഡ് വുമൺ ക്യാൻ ഓപ്പറേറ്റ് ആൻ കറണ്ട് അക്കൗണ്ട് ആൻഡ് ഓപ്പറേറ്റ് ഇറ്റ് ഓൺ ഹെർ ഓൺ ലൈക്ക് ആൻഡ് എനി അതർ കസ്റ്റമർ. അതായത് വിവാഹിതയായ ഒരു സ്ത്രീ, അതാണല്ലോ മാരീഡ് വുമൺ. എ മാരീഡ് വുമൺ ക്യാൻ ഓപ്പൺ എൻ കറണ്ട് അക്കൗണ്ട് ആൻഡ് ഓപ്പറേറ്റ് ഇൻ ഹെർ ഓൺ ലൈക്ക് എനി അതർ കസ്റ്റമേഴ്സ്. വിവാഹിതയായിട്ടുള്ള ഒരു സ്ത്രീക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാവുന്നതാണ്, മറ്റെല്ലാവരെ പോലും തന്നെ ഒരു കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള എല്ലാ അധികാരവും ഉണ്ട്. ഷീ എൻജോയ്സ് ഓൾ പ്രിവിലേജസ് ഓഫ് എൻ അക്കൗണ്ട് ഹോൾഡർ. ഒരു അക്കൗണ്ട് ഹോൾഡറുടെ എല്ലാ പ്രിവിലേജസും ഈ മാരീഡ് വുമണിനുണ്ട്. ബട്ട് ഇഫ് എ മാരീഡ് വുമൺ ഓവർഡ്രോസ് ദ അക്കൗണ്ട് ആൻഡ് ഗെറ്റ്സ് എ ലോൺ ഫ്രം ദ ബാങ്കർ കനോട്ട് ഗെറ്റ് റീപേയ്മെന്റ് ഫ്രം ഹെർ ഇഫ് ഷീ ഡസ് നോട്ട് ഹാവ് സെപ്പറേറ്റ് പ്രോപ്പർട്ടി ഇൻ ഹെർ നെയിം. അവിടെ പറയുന്നത്, ബട്ട് ഇഫ് എ മാരീഡ് വുമൺ ഓവർഡ്രോ ദ അക്കൗണ്ട് ആൻഡ് ഗെറ്റ് എ ലോൺ ഫ്രം ദ ബാങ്കർ കനോട്ട് ഗെറ്റ് റീപേയ്മെന്റ് ഫ്രം ഹെർ ഇഫ് ഷീ ഡസ് നോട്ട് ഹാവ് സെപ്പറേറ്റ് പ്രോപ്പർട്ടി ഇൻ ഹെർ നെയിം. അതായത് ഇപ്പൊ ഒരു മാരീഡ് വുമണിന് കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള അധികാരമൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ ഏതെങ്കിലും രീതിയിൽ ഓവർ ഡ്രാഫ്റ്റ് വരുന്ന പക്ഷം, അതായത് അവളുടേതല്ലാത്ത, ഷീ ഡസ് നോട്ട് ഹാവ് സെപ്പറേറ്റ് പ്രോപ്പർട്ടി ഇൻ അവളുടേതല്ലാത്തൊരു പ്രോപ്പർട്ടിയിൽ നിന്ന് പിടിച്ചെടുക്കാനുള്ള അധികാരം ബാങ്കർക്കില്ല. The banker cannot recover debt from her husband property. Husband of a married woman is not liable for her debt. ഒരു കാരണവശാലും ഹസ്ബൻഡിന്റെ പ്രോപ്പർട്ടിയിൽ നിന്ന് ഓവർ ഡ്രാഫ്റ്റ് റിക്കവറി ചെയ്യാനുള്ള അധികാരം ബാങ്കർക്കില്ല. അതായത് ആ സ്ത്രീയുടെ പേരിൽ തന്നെയുള്ള ബാലൻസുകളിൽ നിന്ന് മാത്രമേ ബാങ്കിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബാങ്ക് റിക്കവറി എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. മാരീഡ് ആണ് എന്നുള്ളൊരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല, ഹസ്ബൻഡിന്റെ പ്രോപ്പർട്ടിയിൽ നിന്ന് റിക്കവർ ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. ഹസ്ബൻഡ് ഓഫ് എ മാരീഡ് വുമൺ ഈസ് നോട്ട് ലയബിൾ ഫോർ ഹെർ ഡെറ്റ്. ഒരു കാരണവശാലും ഹസ്ബൻഡ് ആ സ്ത്രീയുടെ ബാധ്യതകൾക്ക് റെസ്പോൺസിബിൾ അല്ല. ഹെൻസ് ദ ബാങ്കർ ഷുഡ് ടേക്ക് ദ ഫോളോയിങ് പ്രിക്കോഷൻസ് ബിഫോർ ഓപ്പണിംഗ് എ കറണ്ട് അക്കൗണ്ട്. അതുകൊണ്ട് തന്നെ മാരീഡ് വുമണിന്റെ അക്കൗണ്ട് ആരംഭിക്കുന്ന സിറ്റുവേഷനിൽ ബാങ്കർ ശ്രദ്ധിക്കേണ്ട ചില പോയിന്റ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഹി ഷുഡ് നോ ദ ഇന്റൻഷൻ ഓഫ് ഓപ്പണിംഗ് ദ കറണ്ട് അക്കൗണ്ട്. ആ സ്ത്രീ എന്തിനു വേണ്ടിയിട്ടാണ് അക്കൗണ്ട് ആരംഭിക്കുന്നത്, അതിന്റെ പിറകിലുള്ള ഇന്റൻഷൻ വ്യക്തമാക്കിയിരിക്കണം. ദ ബാങ്കർ ഈസ് സേഫ് ആസ് ലോങ് ആസ് ദ കറണ്ട് അക്കൗണ്ട് ഹാസ് ക്രെഡിറ്റ് ബാലൻസ്. ബാങ്കറെ സംബന്ധിച്ചിടത്തോളം കറണ്ട് അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ ബാങ്കർ സേഫ് ആയിരിക്കും. ഇഫ് ഷീ അപ്ലൈസ് ഫോർ എ ലോൺ ദ ബാങ്കർ ഷുഡ് ഫൈൻഡ് ഔട്ട് ദ റീസൺസ് ഫോർ അപ്ലൈയിങ് ഫോർ എ ലോൺ. ഇനി ബാങ്കിൽ ഏതെങ്കിലും കാരണം വെച്ചാൽ ലോണിന് അപേക്ഷിക്കുന്ന പക്ഷം ആ ലോണിന്റെ പർപ്പസ് എന്താണെന്ന് വ്യക്തമാക്കിയിരിക്കണം. He should make a detailed enquiry about her personal property. അങ്ങനെ ഒരു ലോൺ സാങ്ഷൻ ചെയ്യുമ്പോൾ അവളുടേതായിട്ടുള്ള പേരിലുള്ള പേഴ്സണൽ പ്രോപ്പർട്ടി എന്താണെന്ന് വ്യക്തമാക്കിയിരിക്കണം. He should confirm that she has the right to sell the property. അദ്ദേഹത്തിന് ബാങ്കറെ സംബന്ധിച്ച് he should confirm that she has the right to sell the property. ഈ സ്ത്രീക്ക് അത് ആ പ്രോപ്പർട്ടി വിൽക്കാനുണ്ട് എന്നുള്ള അധികാരമുണ്ടെങ്കിൽ മാത്രമേ ബാങ്കർക്ക് എന്ത് ചെയ്യാനുള്ള അധികാരമുള്ളൂ, ലോൺ സാങ്ഷൻ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. It is always good to make her husband also liable for the repayment of the loan. It is always good to make her husband also liable for the repayment of the loan. ഇത്രയും കാര്യങ്ങളാണ് ഏതിൻ്റെ കേസിൽ പറയാനുള്ളത്, മാരീഡ് വുമന്റെ കേസിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട പോയിന്റ്. ദെൻ ജോയിന്റ് ഹിന്ദു ഫാമിലി സിസ്റ്റം. നെക്സ്റ്റ് പോയിന്റ് ആണ് ജോയിന്റ് ഹിന്ദു ഫാമിലി സിസ്റ്റം. ജോയിന്റ് ഫാമിലി സിസ്റ്റത്തിൽ മുൻപ് തന്നെ ജോയിന്റ് ഹിന്ദു ഫാമിലീസ് ഗവേൺഡ് ബൈ ദ ഹിന്ദു ലോ ആൻഡ് ഹിന്ദു സക്സഷൻ ആക്ട്. അതായത് പിന്തുടർച്ച അവകാശ പ്രകാരം ഹിന്ദു ഫാമിലിയിൽ നമുക്ക് ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അവിടെ എന്താ, അക്കോർഡിംഗ് ടു ഹിന്ദു ലോ കർത്ത ഓഫ് എ ഫാമിലി ഹാവ് എ ഇംപ്ലിഡ് അതോറിറ്റി ടു മേക്ക് എ ഡിസിഷൻ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ബിസിനസ്സിലെ. അതായത് ജോയിന്റ് ഹിന്ദു ഫാമിലി എന്ന് പറയുന്ന ഒരു ബിസിനസ് നിലനിന്നിരുന്നു. അതായത് എല്ലാവരുടെയും പ്രോപ്പർട്ടി ഒരു കർത്ത എന്ന് പറയുന്ന ഒരാൾ അക്യുമുലേറ്റ് ചെയ്തുകൊണ്ട് അത് ഡിസ്പ്ലേസ് ചെയ്യാതെ കൊണ്ടുപോവുകയാണ്. അവിടെ തീരുമാനങ്ങൾക്കൊക്കെ എടുക്കാനുള്ള അധികാരം ആ കാരണവർക്കാണുള്ളത് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്.
എന്നിരുന്നാലും അത്തരം സിറ്റുവേഷനിൽ ബാങ്കർ ലോൺ കൊടുക്കുകയോ ട്രാൻസാക്ഷൻ നടത്തുകയോ ചെയ്യുമ്പോൾ ബാങ്കർ ശ്രദ്ധിക്കേണ്ട ചില പോയിന്റ്സ് ഉണ്ട്. ബാങ്കർ ക്യാൻ ഓപ്പൺ എ കറണ്ട് അക്കൗണ്ട് ഇൻ ദ നെയിം ഓഫ് എ ജോയിന്റ് ഫാമിലി. കർത്ത ഓഫ് എ ഫാമിലി ഓപ്പൺസ് ആൻ അക്കൗണ്ട് ആൻഡ് ഓപ്പറേറ്റ്. ബാങ്കർക്ക് ഈ കാരണവരുടെ പേരിൽ, കർത്തയുടെ പേരിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. While sanctioning loan, the bank should take total care about the property owned by the family and the right of the male members of the family. അതായത് ലോൺ സാങ്ഷൻ ചെയ്യുന്ന സമയത്ത് ഫാമിലി മെമ്പേഴ്സിന്റെ സ്വത്ത് വിവരങ്ങളും മെയിൽ മെമ്പേഴ്സിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങളും വ്യക്തമാക്കിയിരിക്കണം. ഇറ്റ് ഈസ് ലീഗലി സഫിഷ്യന്റ് if Karta signs the documents of loan as a Karta has implied authority to borrow. But due to risk factor, the banker should get the signature of all the male members. ബാങ്കർ ലോൺ എടുക്കുന്ന കസ്റ്റമർ കാരണവർ ലോൺ എടുക്കുന്നുണ്ടെങ്കിൽ കൂടെ ഇതിന് മറ്റുള്ളവരുടെ പ്രോപ്പർട്ടി കൂടെ റെസ്പോൺസിബിൾ ആണ് എന്ന് വ്യക്തമാക്കുന്ന രീതിയിൽ മറ്റ് മെയിൽ മെമ്പേഴ്സിന്റെ കൂടെ സിഗ്നേച്ചർ വാങ്ങിയിട്ടായിരിക്കും ലോൺ സാങ്ഷൻ ചെയ്യുക. If there is a minor member in a joint family, his guardian must sign the document on his behalf. ഒരു മൈനർ പേഴ്സൺ ഉണ്ടെങ്കിൽ, ആ ഫാമിലിയിൽ തന്നെ മൈനർ പേഴ്സൺ ഉണ്ടെങ്കിൽ ആ മൈനർ പേഴ്സണിന് ഒരു ഗാർഡിയന്റെ സിഗ്നേച്ചറോട് കൂടി തന്നെയാണ് എന്ത് ചെയ്യാവുന്നത്, ഈ കോൺട്രാക്റ്റിൽ ഏർപ്പെടാവുന്നത്. While opening an account by Karta, the banker should obtain statement from the Karta specifying whether the deposited amount from joint family property, his personal and self-acquired property. അതായത് while opening an account ഓപ്പൺ ചെയ്യുന്ന സിറ്റുവേഷനിൽ the banker should obtain the statement from the Karta. കാരണവരിൽ നിന്നൊരു സ്റ്റേറ്റ്മെന്റ് കിട്ടിയിരിക്കണം. സ്പെസിഫൈയിങ് whether the deposit amount is from joint family property or his personal and self-acquired property. ഇത്രയാണ് ജോയിന്റ് ഹിന്ദു ഫാമിലിയിൽ ശ്രദ്ധിക്കേണ്ട ചില പോയിന്റ്സ്. Then last one is non-trading companies. Companies limited guarantee are established the promotion of health, education, art, social, etc. Social welfare, etc. The liability of members will be limited by guarantee. In such a company applies for an advance, the banker should examine its powers. Only after satisfying the powers, provisions of the banker should sanction loan. അതായത് നോൺ ട്രേഡിംഗ് ഓർഗനൈസേഷൻസ് ഒക്കെയാണ്, ക്ലബ്ബുകളോ അങ്ങനെയൊക്കെ വരാവുന്ന വെൽഫെയർ സൊസൈറ്റീസോ ഹെൽത്തോ എഡ്യൂക്കേഷനോ ഒക്കെ ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യാവുന്നതാണ്, അവരുടെ ലോൺ എടുക്കാനുള്ള റൈറ്റ് കൂടെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യാം, ലോൺ സാങ്ഷൻ ചെയ്യാം. But companies limited by guarantee are established for the promotion of health, education, art, social welfare, etc. The liability of members will be limited by guarantee. While such a company applies for an advance, the banker should examine its powers. Only after satisfying with the provisions of the banker should sanction the loan. Then ഇത്രയാണ് നമുക്ക് എന്തിൽ പറയാറുള്ളത്, സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു essay ക്വസ്റ്റ്യൻ ആണ് ഇത് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ് എന്നുള്ളത്. ചിലപ്പോൾ essay ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം, ചില ഷോർട്ട് essay ആയിട്ട് ചോദിക്കാം. അവിടെ ബാങ്കർക്ക് ശരിക്കും കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റാത്ത രീതിയിൽ ചില സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ് ഉണ്ട്. ഈ സ്പെഷ്യൽ ടൈപ്സ് ഓഫ് കസ്റ്റമേഴ്സിൽ ബാങ്കർ ശ്രദ്ധിക്കേണ്ട ചില പോയിന്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ് ആരൊക്കെയാണ് വരിക, പോയിന്റ്സ് മാത്രമേ നമുക്ക് നോക്കാം. സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കസ്റ്റമർ: മൈനർ, ജോയിന്റ് അക്കൗണ്ട് ഹോൾഡേഴ്സ്, പാർട്ട്ണർഷിപ്പ് ഫേംസ്, joint stock companies, executors and administrators, trustee, club and association, drunkards, lunatic persons, married woman, joint Hindu family, then non-trading companies. അങ്ങനെ ഒരു 12 പോയിന്റാണ് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സിൻ്റെ കേസിൽ ഓരോ കേസിലും ബാങ്കർ എടുക്കേണ്ട പ്രിക്കോഷൻസ് എന്താണെന്ന് 1 by 1 ആയിട്ട് പഠിച്ച് ഒരു സമ്മറി തയ്യാറാക്കിയിരിക്കണം. അത് വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് പഠിച്ചിരിക്കണം. ഒരു essay ക്വസ്റ്റ്യൻ ആണ്. അതിലിപ്പോൾ നമുക്ക് അതിൽ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ വാട്ട് ആർ ദി പ്രിക്കോഷൻസ് ടേക്കൺ ബൈ ദ ബാങ്കർ ചോദിക്കാം. പിന്നെ ഒരു essay ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് അതിൽ പ്രതീക്ഷിക്കാവുന്നത് എക്സ്പ്ലെയിൻ ദ റൈറ്റ് ഓഫ് എ ബാങ്കർ. ഒരു ബാങ്കർക്ക് എന്തിനൊക്കെയുള്ള അധികാരങ്ങളുണ്ട് പഠിച്ചിട്ടുള്ള ടോപ്പിക്കാണ് റൈറ്റ് ഓഫ് എ ബാങ്കർ. പിന്നെ ഹൗ ടു ഓപ്പറേറ്റ് ആൻ സേവിങ്സ് അക്കൗണ്ട്. ഒരു അക്കൗണ്ട് എങ്ങനെയാണ് ആരംഭിക്കുക, ഒരു അതിൽ 4 അക്കൗണ്ട്, ഫിക്സഡ് ഡെപ്പോസിറ്റ്, കറണ്ട്, സേവിങ്സ് ഒക്കെ, ആ ഓരോ അക്കൗണ്ടുകളും എങ്ങനെയാണ് ആരംഭിക്കുക എന്നതിനെ കുറിച്ചിട്ട്. അപ്പോൾ ഇത്തരം ഒരു essay ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രതീക്ഷിക്കാവുന്ന കിട്ടാവുന്ന ചില ഏരിയാസ് ആണ് അതൊക്കെ. അത് പഠിക്കാം.
ചിലപ്പോൾ ഷോർട്ട് ടെസ്റ്റ് മാത്രമായിട്ട് ചോദിക്കുമ്പോൾ വളരെ പ്രിക്കോഷൻസ് ടേക്കൺ ബൈ ദ ബാങ്കർ ക്ലോസ്ലി റിലേറ്റഡ് ടു മൈനർ അല്ലെങ്കിൽ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി, ഇങ്ങനെ ഓരോ സ്പെഷ്യൽ പോയിന്റ്സ് മാത്രം എടുത്തുകൊണ്ട് ചിലപ്പോൾ ചോദ്യങ്ങൾ ഷോർട്ട് ടെസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. അതിന് വളരെയധികം എന്താ നെക്സ്റ്റ് വൺ എക്സാമിനേഷൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബാങ്കർ ആൻഡ് കസ്റ്റമർ, ബാങ്കറും കസ്റ്റമറും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പറ്റിയൊക്കെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാം. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഞാനിതിൽ പറഞ്ഞത് വളരെ റൈറ്റ്സ് ഓഫ് എ ബാങ്കർ, അത് പഠിച്ചിരിക്കണം കേട്ടോ. റൈറ്റ്സ് ഓഫ് എ ബാങ്കർ പഠിച്ചിരിക്കണം. പിന്നെ അതേപോലെ തന്നെ വളരെ പ്രിക്കോഷൻസ് ടേക്കൺ ബൈ ദ ബാങ്കർ ഇൻ ദ കേസ് ഓഫ് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ്, പലതരത്തിലുള്ള കസ്റ്റമേഴ്സിൻ്റെ കേസിൽ ബാങ്കർ എടുക്കേണ്ട പ്രിക്കോഷൻസും വളരെ നന്നായിട്ട് പഠിച്ചിരിക്കണം. പിന്നെ ബാക്കിയുള്ള കേസുകളിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അക്കൗണ്ട് ഒക്കെയാണ്, അത് നിങ്ങൾ വായിച്ച് നോക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എടുക്കേണ്ട ടോപ്പിക് എന്ന് പറയുന്നത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. അപ്പോൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, താങ്ക് യു.